യുണൈറ്റഡ് ഇൻസൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആസ്റ്റൺ വില്ലയുടെ വില്ല പാർക്കിൽ പോയിട്ട് നമ്മൾ 2-1 തോൽവി ഏറ്റുവാങ്ങിയിരിക്കുക. എന്തായാലും എക്സ്പെക്ട് ചെയ്ത തോൽവി തന്നെയായിരുന്നു. കാരണം സ്ക്വാഡ് ഡെപ്ത് നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ല യുണൈറ്റഡിനേക്കാളും ഫാർ ബെറ്റർ ആയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ അമാദോ ആണെങ്കിലോ എംബൂമോ ആണെങ്കിലോ മസറായി ആണെങ്കിലോ അവരൊക്കെ ആഫ്കോൺ കപ്പിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടായ കുറച്ച് ബെറ്റർ പ്ലെയേഴ്സിൽ ഇപ്പോൾ അവരൊക്കെയാണ് നന്നായിട്ട് കളിക്കുന്നുണ്ടായത്. അവരൊക്കെ പോയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് വളരെ വീക്കാണ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ അക്കാഡമിക് പ്ലെയേഴ്സിനെയാണ് അമോറിം ഉൾപ്പെടുത്തിയിട്ടുണ്ടായത്. മെയിനൂന് ഇന്ന് അവൈലബിൾ ആയിരുന്നില്ല. പരിക്കാണ് റീസൺ എന്ന് കേൾക്കുന്നു. എന്തായാലും അതെ, നമ്മൾ പ്രതീക്ഷിച്ച തോൽവി തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും യുണൈറ്റഡ് 7ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. മോശമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. വലിയ മോശമില്ലാത്ത രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 15 ഷോട്ടുകൾ യുണൈറ്റഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 6 ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മേജർ പ്രോബ്ലം ഉണ്ടായെന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസിന്റെ ചെറിയൊരു പരിക്ക്. അത് ചെറിയൊരു പരിക്കാണ്. അടുത്ത മാച്ചിൽ ആള് അവൈലബിൾ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ അതിന്റെ കൂടുതൽ ന്യൂസ് വരണത്രേ. അതൊരു മെയിൻ പ്രശ്നമായിരുന്നു. ഫെർണാണ്ടസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, എത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയർ ആണ്, എത്രത്തോളം നമ്മൾക്ക് വേണ്ട ഒരു പ്ലെയർ ആണെന്നുള്ളത് ഇപ്പൊ ഫസ്റ്റ് ഹാഫിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ആളെന്തൊക്കെ കുറ്റം പറഞ്ഞാലും ആളെപ്പോലെ കളിക്കുന്ന, അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ നമ്മൾക്കില്ല വേറെ. എന്തായാലും ആളെ അവൈലബിൾ ആകണം. എന്തായാലും ന്യൂകാസിലാണ് അടുത്ത എതിരാളികൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാച്ചാണ്. ഫിസിക്കലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സുള്ള ഒരു ടീമാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പം നമ്മുടെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളുടെ ഗ്രൗണ്ടിലാണെങ്കിലും ഇപ്പൊ പല മാച്ചുകളാണെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമനിലയിലും ഗോള് നല്ല രീതിയിൽ ലീക്ക് ആവുന്നുണ്ട്. പിന്നെ യോറോന്റെ ഒരു പ്രശ്നം, അത് മെയിൻ പ്രശ്നം തന്നെയാണ്. ആ ഭാഗത്തൊരു പ്ലെയറിനെ കൊണ്ടുവന്നേ പറ്റൂ. അപ്പം മാച്ചിലേക്ക് നമുക്ക് വരാം. അപ്പം മാച്ചിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലൈനപ്പ് എന്ന് പറയുന്നത് ലാമൻസ് തന്നെ ഗോൾ കീപ്പർ. പിന്നെ ഡിഫൻഡേഴ്സ് എന്ന് പറയുന്നത് ലൂക്ഷോ, ഹെവൻ, ലെനിയോറോ. പിന്നെ 2 വിങ് ആയിട്ട് കളിച്ചിട്ടുണ്ടായത് ഡോർഗു. സാധാരണ ഡയലോട്ടാണ് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നുണ്ടായ. ഇന്ന് അമാദ് റൈറ്റിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഡയലോട്ട് റൈറ്റിലും ഡോർഗു ലെഫ്റ്റിലും കളിച്ചു ഫുൾ ബാക്ക് ആയിട്ട്. കസമീരോനെ തുടർച്ചയായ മത്സരങ്ങളിൽ യെല്ലോ കിട്ടിയത് കൊണ്ട് തന്നെ ആള് സസ്പെൻഡഡ് ആയിരുന്നു. അതുകൊണ്ട് ആൾക്ക് ഇന്ന് കളിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതിന് പകരം ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഉഗാർത്തയാണ് കളിച്ചിട്ടുണ്ടായത്. കൂടെ ഡബിൾ പിവോട്ടായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ്. പിന്നെ അതിന് മേലെ കളിച്ചിട്ടുണ്ടായത് നമ്പർ 10 ആയിട്ട് കളിച്ചിട്ടുണ്ടായത് മേസൺ മൗണ്ടും കൂഞ്ഞിയും. സ്ട്രൈക്കറായിട്ട് സെസ്കോ. ഇങ്ങനെയാണ് യുണൈറ്റഡിന്റെ ലൈനപ്പ് തുടങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ കളിയിൽ ആദ്യത്തെ ഒരു 20 മിനിറ്റോളം ആസ്റ്റൺ വില്ലയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കാണ് കൂടുതൽ ചാൻസുകളും ഉണ്ടായിട്ടുണ്ടായത്. അത് ലാമൻസിന്റെ നല്ല സേവുകളും പിന്നെ ഹെവൻ കുറച്ച് നല്ല രീതിയിൽ അവിടെ ബ്ലോക്ക് ചെയ്തും അങ്ങനെ കുറേയൊക്കെ രക്ഷപ്പെട്ടു. 23ാമത്തെ മിനിറ്റിലാണ് യുണൈറ്റഡിന് നല്ലൊരു ചാൻസ് കിട്ടുന്നത്. അത് ബ്രൂണോ ഫെർണാണ്ടസ് ത്രൂ ബോള് സെസ്കോന് കൊടുക്കുന്നു. സെസ്കോ ഒരു ജസ്റ്റ് ഒരു ഷോട്ട് അൺലീഷ് ചെയ്തു. അപ്പോഴേക്കും അവരുടെ ഗോൾ കീപ്പറായ മാർട്ടിനസ് മുന്നോട്ടേക്ക് ചാടി വീണ് ആ ബോൾ സേവ് ചെയ്യുന്നു. അതൊരു കിഡിലൻ ചാൻസ് ആയിരുന്നു. അത് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആ സമയത്തെ 1-0 മുന്നിലെത്തിയാണ്. എന്തായാലും അത് കൺവേർട്ട് ചെയ്തില്ല. അവരുടെ ഗോൾ കീപ്പർ നല്ല ഒരു സേവ് നടത്തി അത് രക്ഷപ്പെടുത്തി. അതിനുശേഷം മത്സരം പോകെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു ചെറിയൊരു ഇഞ്ചുറി കൺസേൺ കാണിക്കുന്നുണ്ടായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസിന്റെ പറയുന്നുണ്ടായിരുന്നു ആളെ മാറ്റാനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ടായിരുന്നു സിഗ്നൽസ്. പിന്നെ 45ാമത്തെ മിനിറ്റിലാണ് അവരുടെ ഗോള് വീഴുന്നത്. മോർഗൻ റോജേഴ്സ്. അത് മെഗ്ഗിന് ഒരു ഫ്ലിക്ക് ബോൾ അങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് അവരുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഹൈ ബോൾ കൊടുക്കുക. അത് റോജേഴ്സ് ഓടിപ്പോയി അത് പിടിക്കുന്നു.
അപ്പോഴ് അവിടെ ലെനിയോർ ഉണ്ടായിരുന്നു. അവൻ അവിടെ എന്ത് ലേസി ആയിട്ടാണ് അവിടെ ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ ബോക്സിന് പുറത്തുനിന്ന് തന്നെ അവന് ഒന്നിക്കൽ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ ആ ബോൾ വിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കണേ. അവൻ അവിടെ മെല്ലെ അവിടെ പോകുന്നു. അപ്പോഴേക്ക് റോജൻ മോഗസ് ബോക്സിലേക്ക് കട്ടിൻ സൈഡ് ചെയ്ത് ഉള്ളിലേക്ക് വരികയാണ്. എന്നിട്ടും അവൻ അവിടെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ലെനിയോറും. അങ്ങനെ അത് കഴിഞ്ഞ് ശരിക്കും ലെനിയോറോ ഒരു 3-4 മീറ്റർ ദൂരെയാണ് നിന്നുണ്ടായത്. അവൻ അത്ര ടൈമാണ്, നല്ല വൃത്തിക്ക് ഷോട്ട് എടുക്കാനുള്ള ടൈമും ഇവൻ കൊടുത്തിട്ടുണ്ടായി. അത് ശരിക്കും അവന്റെ മിസ്റ്റേക്ക് തന്നെയായിരുന്നു, ലെനിയോറോന്റെ മിസ്റ്റേക്കാണ് അവിടെ ഉണ്ടായത്. എന്തായാലും അത് ഷോട്ട് എടുക്കുന്നു, പോസ്റ്റിന്റെ റൈറ്റ് സൈഡിലേക്ക് വിങ്ങിലേക്ക് സുന്ദരമായിട്ട് വീഴുന്നു. ഗോളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 1-0 ആസ്റ്റൺ വില്ല ലീഡ് എടുക്കുന്നു. അതിനുശേഷം 3 മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായത്. ആ 3-ാമത്തെ മിനിറ്റിൽ അവർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ നോക്കിയ ബോള് മാറ്റി കാഷിലേക്ക് ബോൾ എത്തുന്നു. അവിടെ അവൻ ശരിക്കും അത് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ ആ ഗോള് വരില്ലേ. അവിടെ ഡോർഗോ ഓടിപ്പോയി ക്ലോസ് ഡൗൺ ചെയ്ത് ആ ബോൾ വിൻ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് കൂഞ്ഞക്ക് കൊടുക്കുക. കൂഞ്ഞ അപ്പം തന്നെ ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. മാർട്ടിനസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഗോളായി. അങ്ങനെ 1-1. അങ്ങനെയാണ് മത്സരം പിരിഞ്ഞിട്ടുണ്ടായത്. അതിനുശേഷം രണ്ടാം ഹാഫിലേക്ക് ഇറങ്ങുമ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിനെ പിൻവലിച്ചുകൊണ്ട് ലിച്ചാന ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡബിൾ പിയോട്ടായിട്ട് ലിച്ച അവിടെ എത്തിയ. അതിനുശേഷം ബ്രൂണോ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേസൺ മൗണ്ടിനൊന്നും പറ്റുന്നുണ്ടായില്ല. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതൊരു സ്കില്ലാണ്. അത് ഇപ്പം ബ്രൂണോ പോകുമ്പോൾ എത്രത്തോളം അവിടെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിക്കും ഇന്നത്തെ കളി മനസ്സിലാക്കി തന്നെ. അതുകൊണ്ട് തന്നെ ബ്രൂണോന് പകരക്കാരനെ നമ്മൾ കണ്ടെത്തിയാൽ മതിയാവും. അതിനുശേഷം 57-ാമത്തെ മിനിറ്റിലാണ് അടുത്ത ഗോളും വരുന്നത്. അതേ പൊസിഷൻ, അതായത് ആസ്റ്റൺ വില്ലേന്റെ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ, അപ്പൊ നമ്മുടെ മാഞ്ചസ്റ്ററിന്റെ റൈറ്റ് സൈഡിൽ. അവിടെ ഹിൽമാൻസിന് കിട്ടിയ ബോള് അത് വാട്കിൻസിലേക്ക് കൊടുക്കുകയാണ്. വാട്കിൻസ് അവിടെ ഫ്രീ ആയിരുന്ന മോർഗൻ റോജേഴ്സിലേക്ക്. അപ്പോഴും അവിടെ ലെനിയോറോ ഉണ്ടായിരുന്നു. അവന് ഒരു ഓരത്താണ് നിൽക്കുന്നത്. ഇവനെ ക്ലോസ് ഡൗൺ ചെയ്തോ ഇവനെ അവിടെ ഹോൾഡ് ചെയ്തോ നിൽക്കുന്നില്ല. എന്നിട്ട് അത് റോജേഴ്സ് വീണ്ടും അതേ പൊസിഷൻ തന്നെ അതേപോലെ ഒരു ഷോട്ട് കൊടുക്കാം. അവിടെയും ഗോൾ കീപ്പർ ചാടി നോക്കി, പക്ഷെ അത് ഒരു വിങ്ങിലേക്കാണ് ബോൾ പോയിട്ടുണ്ടായത്. അങ്ങനെ 2-1 ആസ്റ്റൺ വില്ല മുന്നിലേക്ക് എത്തി. പിന്നെ യുണൈറ്റഡ് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ചാൻസ്. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ പാട് ഡോർഗുവിന്റെ ഒരു ക്രോസ് കൂഞ്ഞയിലേക്ക് വരാം. അവിടെ കൂഞ്ഞക്ക് പകരം സെസ്കോ ആയിരുന്നെങ്കിൽ അത് എന്തായാലും ഒരു 99% അത് കൺവേർട്ട് ചെയ്തേനെ. പക്ഷേങ്കിൽ കൂഞ്ഞ അവിടെ എന്താണ്, അത് ഒരു സിറ്റർ മിസ് തന്നെയാണ്. കൂഞ്ഞ അത് പുറത്തേക്ക് അടിച്ചു കളയാം. മസ്റ്റായിട്ട് അവിടെ കൺവേർട്ട് ചെയ്യേണ്ട ഒരു ബോൾ തന്നെയായിരുന്നു. എന്തായാലും അങ്ങനെ മിസ്സായി. അതിനുശേഷം പല മാറ്റങ്ങളും യുണൈറ്റഡ് വരുത്തി നോക്കി. സിർക്സിന വരുത്തി, പിന്നെ പുതിയ ഫ്ലെച്ചർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, അക്കാഡമിക് പ്ലെയർ, പിന്നെ സ്റ്റേസിയ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു പയ്യൻ, അവനൊക്കെ കൊണ്ടുവന്ന് നോക്കി. ഗോൾ അടിക്കാൻ മാത്രം പറ്റിയില്ല. കളി യുണൈറ്റഡ് കൺട്രോൾ ചെയ്തു. അവർ ഡിഫൻസിലേക്ക് പതിയെ ഇറങ്ങി. ഗോൾ അടിക്കാൻ മാത്രം പറ്റിയിട്ടുണ്ടായില്ല. എന്താ പറഞ്ഞാലും ഇനി അടുത്ത മത്സരത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. എന്തായാലും നമ്മൾക്ക് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ മത്സരം തോക്കുന്നുള്ള എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൽ വലിയ പുതുമയൊന്നുമായിട്ട് തോന്നിയില്ല. ഇപ്പൊ ന്യൂകാസലിനെതിരെ ഉള്ള മത്സരത്തിൽ ഫോക്കസ് ചെയ്യുക, മാക്സിമം ജയിക്കാൻ നോക്കുക, പോയിന്റ് ഗെയിൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇപ്പം വരുന്നത് വോൾസിനെതിരെയാണ്, അത് യുണൈറ്റഡിന്റെ ഗ്രൗണ്ടിലാണ്. പിന്നെ ലീഡ്സിനെതിരെ എവയാണ്, പിന്നെ ബേൺലിക്കെതിരെ എവയാണ്. അങ്ങനെയൊക്കെയാണ് മത്സരം വരുന്നത്. ഇതൊക്കെ മത്സരം ജയിച്ചേ പറ്റൂ, പോയിന്റ് നേടിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ടോപ്പ് 4 എന്നുള്ള സ്വപ്നങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ഇപ്പോഴും പറ്റും, പറ്റായിക്കൊന്നുമില്ല. കാരണം യുണൈറ്റഡ് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്, ബെറ്റർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അറ്റാക്കിങ് ഫുട്ബോൾ. ഇതൊക്കെ ഇനിയിപ്പോ നല്ല എനർജറ്റിക് ആയിട്ടുള്ളതും നല്ല വർക്ക് ലോഡ് എടുക്കുന്നതുമായിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരിക, മിഡ്ഫീൽഡിലും അതേപോലെ ഈ ഡിഫൻസിലാണെങ്കിലും. കാരണം
ഇപ്പോ ഡിലൈറ്റും മെഗ്വറും വന്നാൽ അതൊക്കെ ഒരു പരിധി വരെ നമ്മൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും ഈ സീസണിൽ. പക്ഷെ അവര് ഇനിയിപ്പം ഒന്ന് സെറ്റ് ആവണം. യോറോന മാക്സിമം ഈ ജനുവരിയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് ഇതേപോലെ പണി വാങ്ങിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു യുണൈറ്റഡ്. അതിനുശേഷം ജനുവരിയിൽ ഇതേപോലെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ടീം കുറച്ചുകൂടി ബെറ്റർ ആക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ടോപ്പ് 4 ഫൈറ്റിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു എക്സ്പെക്ടേഷൻ, നമുക്കൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവും. ഇതിപ്പം നമ്മൾ ഗോൾ അടിക്കായില്ല, നല്ല രീതിയിൽ ഗോൾ അടിക്കുന്നുണ്ട്, പക്ഷെ ലീക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ കൺസീഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തേ പറ്റും. അപ്പോൾ ഈ ഫ്രൈഡേ ആണ് ന്യൂകാസലിനെതിരെയുള്ള മത്സരം. ആ മത്സരം നമ്മൾക്കൊരു ക്രൂഷ്യലാണ്. ഈ വർഷത്തെ അവസാനത്തെ മുന്നത്തെ ഒരു മത്സരം, അവസാന മത്സരം 30-ാം തീയതിയാണ് വോൾസിനെതിരെ. അപ്പോൾ നമ്മൾക്ക് എക്സ്പെക്ടേഷൻ തരുന്ന ഒരു മത്സരം കൂടിയാണ് ഇത് ജയിക്കണം. എന്തായാലും ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ അക്കാഡമിക് പ്ലേയേഴ്സിനാണെങ്കിൽ എല്ലാം നല്ല കൂടുതൽ ഒരു കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടുതൽ എനർജിയും കാര്യങ്ങളും കിട്ടും. എന്തായാലും ഇതിൽ തന്നെ ഈ ടാറ്റിക്സും ഈ ഒരു സെറ്റപ്പിലൊന്ന് കണ്ടിന്യൂ ചെയ്യുക. അമോറിമിന് ബാക്കപ്പ് കൊടുക്കുക, കുറെ കൂടി ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റട്ടെ. അപ്പോൾ അടുത്ത ഈ ഫ്രൈഡേ ന്യൂകാസലിനെതിരെയുള്ള മത്സരത്തിൽ കാണുന്നവരേക്കും ബൈ.